ഞാൻ ചെയ്യാൻ പോകുന്നത് ചൊരയ്ക്ക കൊണ്ടൊരു പായസമാണ്. അതിൻ്റെ കൂടെ ഞാനിടുന്ന അരി ഞവരയരി, ഏറ്റവും നല്ല അരിയാണ്. അത് ഔഷധ ഗുണമുള്ളതാണ്. അതും ഞവരയരിയും ചൊരയ്ക്കായും കൂടെ ഇന്നത്തെ പായസം. ഞവരയരിയാണ്, ഇതിട്ടാണ് ഞാൻ ഇന്ന് പായസം വെക്കുന്നത്. ഇത് നമ്മൾ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ചൊരയ്ക്കയുടെ കഷ്ണം, അതും ചൊരയ്ക്കായും ഞവരയരിയും കൂടെയാണ് ഇന്നത്തെ പായസം വെക്കാൻ പോകുന്നത്. ചട്ടി ചൂടായി നെയ്യ് ഒഴിക്കുക. ഇനി അതിനകത്ത് തേങ്ങാക്കൊത്ത്, ഇത്തിരി ജീരകം, ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇത്തിരി അണ്ടിപ്പരിപ്പ്, ഇത്തിരി ഉണക്ക മുന്തിരിങ്ങ, അതും കൂടെ അങ്ങോട്ടിട്ട് മൂപ്പിച്ച് കോരാം. രണ്ട് നിറമായി വരുന്ന ഇതിവിടെ അങ്ങോട്ടിടുക. കോരാറാകുകയാണ്. ഇതിന് കോരട്ടെ. വേവിച്ച് വെച്ചേക്കുന്ന ചൊരയ്ക്ക, അതിൻ്റെ കൂടെയുള്ള അരി, ചൊരയ്ക്കായും ഞവരയരി നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. അത് ഈ ശർക്കരപ്പാനിക്ക് അത് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു കപ്പ് പാലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ബാക്കി പാലൂടെ ചേർക്കാം. ഇത് തിളച്ച് ഒരു നുള്ളു ഉപ്പ് മുമ്പേന്നിടട്ടെ. മധുരം ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ വറുത്ത് വെച്ചെല്ലാം കൂടി ഇടുക. അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, മുന്തിരിങ്ങ, ഇത് ഇച്ചിരി ചുക്ക്, ജീരകം, ഏലക്ക. ജീരകമില്ല, ചുക്ക്, ഏലക്കായും മാത്രം. ജീരകം ഞാൻ വറുത്ത് ചേർത്തത്. ഇച്ചിരി പാലൂടെ ഒഴിക്കുക, ശകലം പാലൂടെ. അത് ഇരുന്നൊന്ന് കുറുകും. ഞാൻ അതൊന്നുകൂടെ തിളച്ച് പറ്റിക്കോട്ടെ. ഇത്രയുള്ള എല്ലാ സാധനവും ചേർത്ത് നമ്മുടെ പായസം റെഡിയായി. ഇനി ഇത് വാങ്ങാം.